ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ജാൻമണി ദാസിനെയും അഭിഷേകിനെ കുറിച്ച്. അഭിഷേക് ശ്രീകുമാർ ജാൻമണി ആയിട്ടുള്ള കോംബോ എവിടെ പോയാലും അവരുടെ കോംബോയാണ്. അവരൊരുമിച്ചേ പോകുള്ളൂ. അതേക്കുറിച്ച് ഞാൻ ഉൾപ്പെടെ ഒരുപാട് യൂട്യൂബർ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവരുടെ കല്യാണം വന്നു, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം എന്ന്. അതിൽ സത്യസന്ധമായ വെളിപ്പെടുത്തലുമായി നമ്മുടെ അഭിഷേക് ജയദീപ് വന്നിട്ടുണ്ട്. എന്താണല്ലേ, കൂടുതൽ നമ്മുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചെറിയൊരു ഉപകാരം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, ജാൻമണി ദാസ് അഭിഷേക് ശ്രീകുമാർ എന്നാണ് പറയുന്നത്. സോറി, ക്ഷമിക്കുക. അഭിഷേക് ജയദീപ്, അഭിഷേകും ജാൻമണിയായിട്ടുള്ള ബന്ധം, അവർ തമ്മിൽ കല്യാണം കഴിക്കുമോ? ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവർ തമ്മിൽ കല്യാണം കഴിക്കുമോ ബ്രോ? പക്ഷെ അതിനൊക്കെ എല്ലാം ഉത്തരമായിട്ടാണ് അഭിഷേക് ജയദീപ് വന്നത്. വേറെ ഒന്നല്ല, എന്നെ കഴിഞ്ഞ് ഒരുപാട് വയസ്സിന്, എന്നെ കഴിഞ്ഞല്ല കേട്ടോ, അഭിഷേകിനെ കഴിഞ്ഞ് ഒരുപാട് വയസ്സിന് മൂത്തതാണ് ജാൻമണി എന്നും അവരൊരു ട്രാൻസ്ജെൻഡറാണ് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവർ ഫണ്ണി വുമണാണ്. അവർ നല്ല ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു സ്വഭാവമാണ്. നല്ല ഞാൻ എപ്പോൾ പോയാലും നമ്മുടെ കൊച്ചി പോയാൽ അവരുടെ അടുത്ത് പോകാറുണ്ടെന്നും ഒരു ടൈം പാസ് എനിക്ക് ഭയങ്കര സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണെന്നും അവരെപ്പോഴും കളിച്ചിരിക്കുക, അവരുടെ കളികളും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ചിരിച്ച് ഫണ്ണിയായിട്ട് നടക്കുന്നൊരു സ്ത്രീയാണ് അവർ എന്നും നമ്മുടെ അഭിഷേക് ജയദീപ് പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ബിഗ് ബോസിനുണ്ടായിരുന്ന സമയത്ത് ലാലേട്ടനോട് ചോദിച്ചു, ഞാൻ കയറിയ സമയത്ത് നിങ്ങൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഞാനത് പറഞ്ഞൊരു ആൾ ജാൻമണിയാണ്. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരെയും ആയിട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നാണ് കേട്ടത്. നോറയായിട്ട് പ്രശ്നം ഉണ്ടായി, പിന്നെ എല്ലാവരെയും പ്രാകുന്നൊക്കെ സ്വഭാവമാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ വെച്ച് ഞാൻ ജാൻമണിയെ ആയിട്ടൊന്നും വലിയ ഇതായില്ല. പിന്നെ അവിടെ മനുഷ്യരല്ലേ, അപ്പം അവിടെ നിൽക്കുന്ന നിലനിൽപ്പിന് വേണ്ടി എല്ലാവരെയും നമ്മൾ തള്ളിപ്പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജാൻമണിയായിട്ട് അത്ര അടുത്തോ അങ്ങനെയൊന്നുമില്ല. പുറത്തിറങ്ങിയ ശേഷം എന്നെ ഫസ്റ്റ് വിളിച്ച ജാൻമണിയാണ്. ആ അടുപ്പം ഇപ്പോഴും ഉണ്ടാകും. അവിടെ വെച്ച് അവർ ദേഷ്യപ്പെടുന്നത്, ഇപ്പോൾ ഒക്കെ ഒരു പഞ്ചഭാവമാണ് ജാൻമണി എന്നും നമ്മുടെ അഭിഷേക് ജയദീപ് പറയുന്നുണ്ട്. ഇവരുടെ വെച്ച് ഒരുപാട് വീഡിയോസ്, ഒരുപാട് യൂട്യൂബറെ കല്യാണം. പക്ഷെ ഞാനൊന്നും പറയുന്നുണ്ട്, ഇവർ വെറുതെ പറയുന്നത്, അത് വെറുതെ ആണെന്നാണ് അഭിഷേക് ജയദീപ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. പിന്നെ ടൈം പാസിന് വേണ്ടി ഞങ്ങളൊരു തമാശയായിട്ടാണ് ഞാനിതെല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളെ ചേർത്ത് ഒന്നാക്കാൻ നോക്കുകയാണ്, മീഡിയക്കാരും എല്ലാം ഞങ്ങളെ ഒന്നാക്കാൻ നോക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ടൈം പാസിന് വേണ്ടി ആണോ, അങ്ങനെയാ, ശരിയാ കല്യാണം എന്നൊക്കെ ഞങ്ങളങ്ങ് പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഉണ്ടാകാനും പോകുന്നില്ല എന്നാണ് അഭിഷേക് ജയദീപ് പറഞ്ഞത്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് അവർ തമ്മിൽ വെറുതെ തമാശ കാണിക്കുന്നതാണ്, അങ്ങനെ ഒരു ഇതില്ല, ഒരു ഫ്രണ്ട്ഷിപ്പാണ്, അത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് വീഡിയോയിൽ, ഒരുപാട് വേറെ ചാനലുകളിൽ ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ട്, അടുത്ത മാസം ഇവരുടെ കല്യാണമെന്നും നമ്മുടെ ചാനലിൽ തന്നെ അവർ തന്നെ പറയുന്നതാണ് കല്യാണമെന്നും. എവിടെ ചെന്നാലും ഒരുമിച്ച് പോകുന്നുണ്ട്, അവർ തന്നെ പറയും ഞങ്ങളുടെ കല്യാണം എന്നൊക്കെ പറയും, ഹണിമൂണ എന്നൊക്കെ അവർ തന്നെ പറയും. പക്ഷെ അതിനൊന്നും കഴമ്പില്ല എന്നാ അഭിഷേക് ശരിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതിന് മുന്നേ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോകളും നമ്മൾ ചെയ്യുന്നത്. പണ്ടൊക്കെ ഒരുപാട് കണ്ടന്റ് നമുക്ക് കിട്ടുമായിരുന്നു, ഇപ്പോൾ ഒക്കെ നമുക്ക് കണ്ടന്റ് കിട്ടത്തില്ല. പിന്നെ ഇവരൊക്കെ പറയുന്ന ഇതൊക്കെ എടുത്താണ് നമ്മൾ കണ്ടന്റാക്കി എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ ബിഗ് ബോസിനെ സംബന്ധമായ ന്യൂസുകൾ നമ്മൾ എത്തിക്കുന്നുണ്ട്. എനിക്ക് വയ്യാതിരിക്കും മാത്രമേ ഉള്ളൂ ഞാൻ അത് എത്തിക്കാതിരിക്കുള്ളൂ, അത് ക്ഷമിക്കുക. അപ്പോൾ ഇനിയും നമ്മളെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.